Area Season 5. അടുത്തതായി നിങ്ങൾക്ക് വേണ്ടി ഫേവറേറ്റ് സോങ്സ് റൗണ്ടിൽ ഗാനം ആലപിക്കാൻ എത്തുന്നു നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 5-ൽ രണ്ടാം തവണ മുസ്തഫ. ജഡ്ജസിനൊക്കെ നേരിട്ട് കാണാനും അവരുടെ മുന്നിൽ പാടാനും എനിക്ക് കഴിഞ്ഞു. അതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. പക്ഷെ ഒരു അല്പം പരിഭ്രമം ഉള്ളിലുണ്ടായിരുന്നു. അത് പാട്ടിൽ അല്പം നിഴലിച്ചിട്ടുണ്ടായിരുന്നു. ചെമ്പരന്തി ചേലുണ്ടേ അയ്യയ്യ അമ്പനട്ട് ചെറുക്കണ്ണ് അയ്യയ്യ ചെമ്പരത്തിപ്പൂ പോലെ അമ്പെടുന്ന പെണ്ണുണ്ടോ കാട്ടുപൂവിൻ ചെവും ചേലും ചേരും കുട്ടനാടൻ കുഞ്ഞിപ്പെണ്ണുണ്ടോ. ഇനി വരുന്ന റൗണ്ടിൽ പാടാൻ നിങ്ങളുടെ അനുഗ്രഹവും പ്രാർത്ഥനയും എന്റെ കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഹായ് മുസ്തഫ, ആദ്യത്തെ റൗണ്ടിൽ എങ്ങനെയുണ്ടായിരുന്നു പാട്ട്? മാർക്സ് 62 ആയിരുന്നു. 62. ഓക്കെ, തീർച്ചയായിട്ടും ബാക്കിയുള്ള വെച്ച് നോക്കുമ്പോൾ ഇത്തിരി ലെസ് ആണ്. പക്ഷെ അതിന്റെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നു. അതൊക്കെ കറക്റ്റ് ചെയ്തിട്ടാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഏത് പാട്ടാ? ഇലഞ്ഞി പൂമണം ഒഴുകി വരുന്നു എന്നുള്ള ഒരു പഴയ ഗാനം. പൂമണമൊഴുകി വരുന്നു ഇന്ദ്രിയങ്ങളിലതു പടരുന്നു പകൽക്കിനാവിൻ പനിനീർമഴയിൽ പണ്ടു നിൻമുഖം പകർന്ന ഗന്ധം ഇലഞ്ഞിപ്പൂമണമൊഴുകി വരുന്നു. രജതരേഖകൾ നിഴലുകൾ പാകി രജനീഗന്ധികൾ പുഞ്ചിരി തൂകി ഈ നിലാവിൻ നീലഞ്ഞൊറികളിൽ ഓമനെ നിൻ പാവാടയിളകി ഒഴിഞ്ഞ ദിനത്തിൻ ഇതളുകൾ പോലെ അകന്നുവോ നിൻ പൂമ്പട്ടു തിരകൾ. ഇലഞ്ഞിപ്പൂമണമൊഴുകി വരുന്നു. രശ്മികൾ തന്ത്രികളായി തഴുകി കാത്തല കവിതകളായി ഈ നിശീഥം പാടും വരികളിൽ ഓമനെ നിൻ ശാലീനനാദം അടർന്ന കിനാവിൻ തളിരുകൾ പോലെ അകന്നുവോ നിൻ പൊൻചിലമ്പൊലികൾ. ഇലഞ്ഞിപ്പൂമണമൊഴുകി വരുന്നു ഇന്ദ്രിയങ്ങളിലതു പടരുന്നു പകൽക്കിനാവിൻ പനിനീർമഴയിൽ പണ്ടു നിൻമുഖം പകർന്ന ഗന്ധം ഇലഞ്ഞിപ്പൂമണമൊഴുകി വരുന്നു. മുസ്തഫ,
ദേവരാജ മാഷിന്റെ ഒരു നല്ലൊരു പാട്ടാണ് ഫേവറേറ്റ് സോങ്സ് റൗണ്ടിൽ പാടാൻ സെലക്ട് ചെയ്തത്. അപ്പൊ എന്തായാലും പ്രേക്ഷകർക്കൊക്കെ കേൾക്കാൻ ആഗ്രഹമുള്ള പാട്ടായിരുന്നു. താങ്ക് യു ഫോർ ദാറ്റ്. നമുക്ക് ജഡ്ജസിന് എടുത്ത് ചോദിക്കാം അവർക്ക് എന്താ തോന്നിയെന്ന്. ശ്രീയേട്ട. മുസ്തഫ തരക്കേട്ടില്ലാതെ പാടി കേട്ടു. വെരി ഗുഡ്. താങ്ക് യു സർ. ഇതിനകത്ത് ഞാൻ കുറച്ച് സംഭവങ്ങൾ എഴുതി വെച്ചിരിക്കുന്നേ. ഇലഞ്ഞിപ്പൂവണം ഒഴുകിയ ആ ഫസ്റ്റ് ലൈൻ ഉണ്ടല്ലോ, അത് പിന്നെ തുണ്ടുപല്ലവിയിലും പല സ്ഥലത്ത് പാടുമ്പോഴും ഒതുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. കുറച്ച് ഒതുക്കുന്നുണ്ട്. ആ ശ്രുതി തന്നെ. അതുപോലെ പല്ലവിയിൽ മൊത്തം ശ്രുതി വളരെ വേരിയേഷൻസ് ഉണ്ട് പല ടച്ചസിന്. അതായത് ഇലഞ്ഞിപ്പൂമണമൊഴുകി വരുന്നു ഇന്ദ്രിയങ്ങളിലതു പടരുന്നു സരിസ സരിസ ഗ സരിസ. അപ്പൊ ആ ഗാന്ധാരം ടച്ച് ചെയ്യാതെ ഇലഞ്ഞിപ്പൂ പൂമണം അങ്ങനെ ടച്ച് ചെയ്യാതെ പോയിരുന്നു. പിന്നീട് രജനീഗന്ധികൾ അവിടെ ശ്രുതി. പിന്നെ നിലാവിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് വോയിസിന് ഒരു ഇതുണ്ടോ, ഒരു ക്രാക്ക് വന്നായിരുന്നു. പിന്നെ ഓമനേനിൻ അതൊന്ന് പാടിക്കുക, അതൊന്നും പാടിക്കുക. ആ സ്ഥലം ഓമനേ നിൻ പാവാട ഓമനേ നിൻ ശ്രുതി ഓമനേ നിൻ പാവാടയുൾ ഓമനേ നിൻ പാവാടയിളകി തനിനനി നാനി തരിനനി താനി തരിനീരി ആ ഫീൽ, അതിന്റെ ഭാവം. പിന്നെ അതുപോലെ തന്നെ തുണ്ടുപല്ലവി ഒതുക്കി എഴുതി വെച്ചിരിക്കുന്നു. തഴുകി കാൽത്തള ശ്രുതി. പിന്നെ പാടും, അത് കഴിഞ്ഞ് വന്ന് പാടും ഒരു വോയിസിന് ആ ക്രാക്ക് വന്നായിരുന്നു. അപ്പൊ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഒതുക്കാതെ കുറച്ചുകൂടെ ഭാവത്തിൽ പാടിയാൽ ഇനിയും നന്നായിരിക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ശരത് സർ. മുസ്തഫ, ഡോണ്ട് വറി മുസ്തഫ, ഇതൊക്കെ നമുക്ക് ശരിയാക്കാം. എനിക്ക് മോനെ ശ്രുതിയാണ് എനിക്ക് പ്രധാനമായിട്ട് തോന്നിയത്. ഇന്ദ്രിയങ്ങളും പകൽക്കിനാവൻ അതൊക്കെ ഒരു കുറച്ചുകൂടെ സ്റ്റഡി ആവാനും. ഇന്ന് മുസ്തഫയുടെ തൊണ്ടയടപ്പ് എന്തെങ്കിലും ഉണ്ടോ? ചെറിയൊരു സ്ട്രെയിൻ ഉണ്ട്. അത് ചെറുതല്ല, വലുതായിട്ട് തന്നെ ഉണ്ട്. മേളി പാടുമ്പോ വല്ലാണ്ടായിപ്പോയി. അത്രയ്ക്ക് പെയിൻ പാട്ടിലല്ല, സത്യസന്ധമായിട്ട് ശാരീരികമായ പെയിനായിപ്പോയി. അപ്പൊ അതൊക്കെ മാറ്റി ഇതേപോലെ ഈ സ്ട്രെയിൻ കൊണ്ടുവന്നിട്ടുള്ള കുഴപ്പങ്ങളേ ഉള്ളൂ. പിന്നെ കുറച്ചും കൂടെ ഡീറ്റെയിൽ പഠിക്കാൻ, പിന്നെ കുറച്ചും കൂടെ ആ ഒരു ഫീല് കേട്ടോ, അത് കുറച്ചും കൂടെ കൊണ്ടുവരാം. അത് മുസ്തഫ നന്നായിട്ട് പാടുന്ന ആളാണ്, പറ്റും കേട്ടോ. അതുപോലെ നമ്മുടെ ഓർക്കസ്ട്ര നന്നായിരുന്നു. പ്രത്യേക ജോയ് മേനോന്റെ സംഘവും മൈക്കിൾ അണ്ണന്റെ സംഘവും സുധേന്ദു സംഘവും അനൂപും സംഘവും. എടുത്തു പറയാൻ അനിയുടെ ഫ്ലൂട്ട് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. Thank you. Didi. Hi Mustafa. Assalamu alaikum. Assalam. I love your voice. Thank you. Low register எல்லாம் ரொம்ப நல்லா இருந்தது. எனக்கு ரொம்ப பிடிச்சது. Top notes in the first charnatle I felt was not okay. You didn't reach it. Nilavil was out in the first Pallavi. Kinnav also was out. Second charnam was better actually. Enakku I preferred the second charnam to the first one. End le again Kinavil. Every time on the one word le it was going out of pitch badly. Obvious and Varunu in the end. Otherwise I love your voice, Mustafa. Thank you. Beautiful voice. Keep at it. Way to go. Thank you Didi. And Chitra Chechi. Mustafa. നല്ലൊരു സോങ് സെലക്ഷൻ കേട്ടോ, നന്നായിട്ട് പാടുകയും ചെയ്തു. ഞാനും എഴുതിയിരിക്കുന്നതാണ് കുറച്ച് ശ്രുതി അവിടെ ഇലഞ്ഞിപ്പ് മണം തുടങ്ങിയെടുത്ത് പകൽക്കിനെ റിപ്പീറ്റ് ചെയ്യേണ്ടല്ലോ, അതിനെ എഴുതി തന്നെ പിന്നെയും പറയണ്ടല്ലോ വെച്ചിട്ടാണ്. വോയിസിൽ സ്ട്രെയിൻ, പാടും വരികളിൽ അവിടെയൊക്കെ സ്ട്രെയിൻ തോന്നി. ആദ്യത്തെ ചരണം രജത തുടങ്ങുന്നില്ലേ, അത് എന്തോ ചെറിയൊരു തെറ്റുണ്ടായിരുന്നുണ്ട്. തുടങ്ങിയ സ്ഥലത്ത് ഫസ്റ്റ് ചരണം തുടങ്ങിയ നോട്ട്സ് എന്തോ മാറിപ്പോയി ഏകദേശം. അതർവൈസ് ബാക്കിയെല്ലാം ഒഴുകി വരുന്ന അവസാനം നിർത്തിയതും അങ്ങനെ കുറച്ച് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ബാക്കി എനിക്ക് മുസ്തഫ നന്നായിട്ട് പാടിയിട്ടാ തോന്നി കേട്ടോ. ഓർക്കസ്ട്ര എടുത്ത് എല്ലാവരും അസലായിട്ട് വായിച്ചു. ഓക്കെ, സോ നല്ല വണ്ണം പാടി തന്നെ പറഞ്ഞത്. ലിറ്റിൽ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു ഇവിടെ അവിടെ പറഞ്ഞു വന്നു. കഴിഞ്ഞ റൗണ്ടിൽ 62, അതിനെക്കാട്ടും ഭേദമാണെന്ന് നോക്കാം. ഓക്കെ, ഔട്ട് ഓഫ് 25 ചിത്ര ചേച്ചി 16. താങ്ക് യു. ശരത് സർ 16. Thank you. ദീദി Mustafa 16.
And Shriyata. സെയിം 16. 16. Total marks 64. 64 മാർക്സ് ആണ്. തിരക്കേണ്ടില്ലാത്ത മാർക്സ് ആണ്. 62, 64. SMS-ഉം സപ്പോർട്ടും പ്രാർത്ഥനയും എനിക്ക് ആവശ്യമാണ്. എനിക്ക് SMS അയക്കേണ്ട ഫോർമാറ്റ് ISS സ്പേസ് മുസ്തഫ MUSTHAFA. Coming up next, ഞങ്ങളുടെ ഒരു ചെറിയ ഇടവേളയാണ്. പക്ഷേ do come back real soon. പക്ഷികൾ ഞങ്ങൾ വാനമ്പാടികൾ പനിനീർത്തുള്ളികൾ നെഞ്ചിൽ നിറയും നിലവുകൾ. Nice style. കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, ഇത് പ്രായത്തിന്റെയും കൂടാണ്. മോദിയത് ആഹാ എന്ന സുഖമോ പിഞ്ചു പൊന്തിരത നെഞ്ചായി തെണ്ടിയത് ആഹാ എന്ന ഇരവോ